ഫേസ്ബുക്ക് വഴിയുള്ള പരിചയം അത് പിന്നീട് പ്രണയമായി വളരുന്നു. പിന്നാലെ യുവതിയുടെ രഹസ്യ പ്രസവം. ആദ്യ കുഞ്ഞ് പ്രസവാനന്തരം മരിച്ചപ്പോൾ ആരും അറിയാതെ കുഴിച്ചിട്ടു. രണ്ടാമത്തെ കുട്ടിയുടെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ അമ്മ തന്നെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. തൃശൂർ പുതുക്കാട് അവിവാഹിതരായ പങ്കാളികൾ ചോരക്കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കാമുകി ചതിക്കുമെന്ന സംശയത്തിലാണ് മദ്യലഹരിയിൽ ഭവിൻ എന്ന യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയത്. നവജാത ശിശുക്കളുടെ കൊലയിൽ നിറയുന്നത് ഒട്ടേറെ ദുരൂഹതകൾ. സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ, മറ്റത്തൂർ സ്വദേശിനി അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവർക്കും 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് അവിഹിത ഗർഭം മറയ്ക്കാൻ കൊന്നു കുഴിച്ചു മൂടിയത്. നവജാത ശിശുക്കളെ കമിതാക്കൾ ചേർന്ന് കുഴിച്ചിട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ആമ്പല്ലൂർ സ്വദേശി ഭവിനും പെൺസുഹൃത്ത് മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി അനീഷയ്ക്കും 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനായി ഇവർ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഭവിൻ അർദ്ധരാത്രി പൊടിഞ്ഞ അസ്ഥികളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. അനീഷയുമായുള്ള ബന്ധത്തിൽ 2021-ലും 2024-ലും കുഞ്ഞുങ്ങളുണ്ടായതായി ഭവിൻ പോലീസിനോട് പറഞ്ഞു. അനീഷയുമായി പിണങ്ങിയതാണ് ഇത് പുറത്തു പറയാൻ കാരണം. ലാബ് ടെക്നീഷ്യയായിരുന്ന അനീഷയും പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന ഭവിനും 4 വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. അത് പിന്നീട് പ്രണയമായി വളർന്നു. ഭവിനുമായുള്ള ബന്ധം അനീഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതിനിടെ അനീഷ ഗർഭിണിയായി. ആരുമറിയാതെ പ്രസവിച്ചു. വസ്ത്രങ്ങളും മറ്റും ധരിച്ചാണ് ഗർഭം മറച്ചത്. കുട്ടി മരിച്ചപ്പോൾ അനീഷ തന്നെ വീട്ടുപറമ്പിൽ രഹസ്യമായി ജഡം കുഴിച്ചിട്ടു. 8 മാസത്തിന് ശേഷം കുട്ടിയുടെ അസ്ഥികൾ ഭവിന് കൈമാറി. വീണ്ടും ഭവിനുമായി ബന്ധം തുടർന്നു. 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. ആദ്യത്തേതുപോലെ 2ാമത്തേതും ആൺകുട്ടിയായിരുന്നു. ആ കുട്ടി ജനിച്ചപ്പോൾ കരഞ്ഞു. ഈ കരച്ചിൽ പുറത്തറിയുമെന്ന അവസ്ഥ വന്നപ്പോൾ കുട്ടിയെ അമ്മ തന്നെ കൊന്നുവെന്നാണ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ മരണശേഷം ജഡം ആമ്പല്ലൂരിലെത്തിച്ച് ഭവിന് കൈമാറിയെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഈ കുട്ടിയെ കൊന്നതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനീഷയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചു. ഇതിൽ ഭവിന് പങ്കില്ലെന്നാണ് വിവരം. എന്നാൽ കുഞ്ഞിനെ ഭവിൻ വീടിന്റെ പുറകിൽ രഹസ്യമായി കുഴിച്ചു മൂടിയെന്നും ഇരുവരും മൊഴി നൽകി. കുഞ്ഞിനെ കുഴിച്ചിടുന്നത് അയൽവാസികൾ കണ്ടോ എന്ന് യുവതി സംശയിച്ചിരുന്നു. യുവാവിനോട് പറഞ്ഞപ്പോൾ മോക്ഷം കിട്ടാൻ അസ്ഥികൾ കടലിൽ ഒഴുക്കാമെന്ന് പറഞ്ഞു. അനീഷ കൈമാറിയ അസ്ഥികൾ ഭവിൻ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു. കടലിൽ ഒഴുക്കിയെന്നാണ് യുവതിയെ വിശ്വസിപ്പിച്ചത്. 2ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. അനീഷ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നതായി ഭവിന് സംശയമുണ്ടായി. വേറെ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് സംശയം വർദ്ധിപ്പിച്ചു. യുവതി ബന്ധമൊഴിഞ്ഞാൽ നേരത്തെ ഗർഭിണിയായത് തെളിയിക്കാനാണ് കുട്ടിയുടെ അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചത്. കഴിഞ്ഞ രാത്രി ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. അനീഷയുടെ ഫോൺ ബിസിയായതിനെ ചൊല്ലിയായിരുന്നു തർക്കം. തുടർന്ന് മദ്യപിച്ച ശേഷം ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി അസ്ഥികൾ കൈമാറുകയായിരുന്നു. ശനിയാഴ്ച അർദ്ധരാത്രി 12:30-ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക. വന്നിട്ട് അയാൾ കയ്യിൽ ഒരു ബാഗുണ്ട്. സംസാരത്തിൽ നിന്ന് മദ്യപിച്ചായിട്ട് തോന്നി. നമ്മുടെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അയാളുടെ ബാഗിൽ അയാൾ പറയുന്നു ഇത് 2 കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട്. എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ബന്ധത്തിൽ 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ മരണപ്പെട്ടതാണ്. ആ കുട്ടികളുടെ സ്കെലറ്റനാണിത്, അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് തരികയാണ് പോലീസ്. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥികളുമായാണ് ഭവിൻ സ്റ്റേഷനിലെത്തിയത്. മനുഷ്യരുടെ അസ്ഥിയാണ് കൊണ്ടുവന്നതെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചു. സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു. ഇയാളപ്പോൾ മദ്യപിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ 3 വർഷം മുൻപാണ് സംഭവമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്നാണ്
അനീഷയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തത്. മരിച്ചത് ഭവിന്റെയും അനീഷയുടെയും കുഞ്ഞുങ്ങളാണോ എന്ന് ഉറപ്പിക്കാൻ ഇനി DNA പരിശോധന അടക്കം നടത്തും. അപ്പം പ്രാഥമികമായിട്ടൊരു ഡോക്ടർക്ക്, ഫോറൻസിക് ഡോക്ടർക്ക് പ്രാഥമികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ മനുഷ്യൻ്റെതാണോ, ദെൻ അത് ഒരു കുട്ടിയുടേതാണോ. ഇപ്പം ജനിച്ച ഉടനെ ഒരു കുട്ടിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസമുണ്ട്. പലതും പൂർണ്ണ വളർച്ചയാവത്തില്ല. എല്ല് കണ്ടാൽ അവർക്കറിയാൻ പറ്റും. 2 കുട്ടികളുള്ളതാണെന്ന് ഞങ്ങൾക്കത് ബോധ്യമാണ്. തീർച്ചയായിട്ടും ഡെഡ് ബോഡി ഇല്ല എന്നുള്ളത് ചലഞ്ചിങ് ആണ്. ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കും. കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനാണ് ഇവർ സൂക്ഷിച്ചതെന്നാണ് മൊഴി. എന്തെങ്കിലും തരത്തിലുള്ള ദോഷം തീർക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികളുടെ അസ്ഥി സൂക്ഷിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അനീഷയുടെ വീട്ടുകാർ പറയുന്നത്. അനീഷയുടെ വീട്ടിൽ അമ്മയും സഹോദരനും മാത്രമാണുള്ളത്. ഭവിനെ അറിയാമായിരുന്നുവെന്നും മകളുമായുള്ള ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും യുവതിയുടെ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ.